ടെർബോയുടെ സ്റ്റണ്ട് മാസ്റ്ററുമായിട്ട് സംസാരിച്ചപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞ 95% മമ്മൂക്ക തന്നെയാണ് ചെയ്ത് ഇതിനകത്തേക്ക്. ഒരു ഡൂപ്പ് പോലും വേണ്ട എന്ന് പറഞ്ഞു. ഒന്ന് വീട് കിടന്നപ്പോൾ പുള്ളി കേൾക്കാൻ പറ്റുമെന്നൊരു സംശയം വന്നപ്പം മമ്മൂക്കാരുടെ അടുത്ത് പോയി ചോദിച്ചു ഒരാളെ മാറ്റുമ്പോൾ പുള്ളി പറഞ്ഞു വേണ്ട ഞാൻ ചെയ്തോളാം. ആ മമ്മൂക്കായെ കുറിച്ചാണ് ഇങ്ങനെ പറയുന്നത്. പിന്നെ ടിനിക്കെതിരെ അത് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കണ്ടേ. അദ്ദേഹത്തിന്റെ സിനിമകളിൽ അദ്ദേഹത്തിന്റെ അടുത്ത് പോയിരിക്കാൻ പറ്റില്ലെന്ന് എനിക്ക്. ഞാനും എപ്പോഴും മെസ്സേജ് വിടാറുണ്ട്, എനിക്ക് തിരിച്ച് മെസ്സേജസ് വിടാറുണ്ട്, അപ്പം തന്നെ റെസ്പോണ്ട് ചെയ്യാറുണ്ട്. ഞങ്ങൾ നല്ല സൗഹൃദത്തിലാണ്. അദ്ദേഹത്തിന് ഒരു ശതമാനം പോലും വേദനിച്ചു എന്ന് പറയുമ്പോൾ എനിക്ക് സങ്കടം വരും. പിന്നെ തീർച്ചയായിട്ടും നമ്മുടെ പേര് വെച്ചാൽ വേദന. അതെ 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 അതെ. നമ്മളെ രണ്ട് മമ്മൂക്കായി നിങ്ങളും മനസ്സാവാച കർമ്മട അറിയാത്ത സംഭവത്തിനാണ് വേദനിപ്പിക്കുന്നത്. അത് ഈ സോഷ്യൽ മീഡിയ ഇങ്ങനെയാണ്. അല്ല, കുറച്ച് ആൾക്കാർക്ക് ഒരു കലാകാരൻ വേദനിക്കുന്നത്, ഒരു കലാകാരൻ നശിഞ്ഞു കാണുന്നത്, അത് അവർക്ക് വേറെ കഴിവില്ലാത്തതുകൊണ്ടാണ്. അവർ വേറെ ശ്രമിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ആയിത്തീരാൻ സാധിക്കും. ഇത് കാലത്ത് തന്നെ എഴുന്നേൽക്കുന്നത് ഇതിനു വേണ്ടി. ഇന്നൊരുത്തനെ കൊല്ലാം, എല്ലാവരും കൂടി വാ വരൂ, അവന് സൈബർ അത് കഴിയുമ്പോൾ പിറ്റേ ദിവസം ഇന്ന് ഒരുത്തനെ കിട്ടിയിരുന്നതാ, നമുക്ക് ഇവന് ഇന്ന് കൊല്ലാം. ഈ സമയം ചെലവഴിക്കുന്നതിന് പകരം ഇവർ ക്രിയേറ്റീവായിട്ട് എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടാക്കുകയാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ ആയിത്തീരാൻ സാധിക്കും. ഇപ്പം ഇതുപോലെ തന്നെ ഒരു വ്ളോഗിങ്ങോ എന്തെങ്കിലും ഒരു പ്രോഗ്രാമോ എന്തൊക്കെ ചെയ്യാൻ പറ്റും. ഫുഡിന്റെ വ്ളോഗിങ് ഉണ്ട്, എത്രയോ പേര് അങ്ങനെ ജീവിക്കും. മൊബൈൽ ഇരിപ്പുണ്ട്. പക്ഷെ ഇവിടെ ഇരുന്നിട്ട് ഈ നിരാശ പൂണ്ടിട്ട് ഈ നെഗറ്റീവ് അടിച്ച് അവരുടെ ജീവിതം നെഗറ്റീവായി പോകും. എൻ്റെ മുഖത്ത് എപ്പോഴും ചിരിയും സന്തോഷം വരുന്നത് ഞാൻ നെഗറ്റീവായിട്ടല്ല ജീവിക്കുന്നത്. ഞാൻ എല്ലാവരെയും സന്തോഷിപ്പിക്കാനും വേദനിപ്പിക്കാതെ പോകുന്നതും അതൊക്കെയാണ് നമ്മുടെ ഒരു ഇത്. ഹൈദരാലി എന്ന് പറഞ്ഞാൽ 24 മണിക്കൂറും തിരക്കിലാണ്. ഒരാൾ ചീത്ത പറയാൻ സമയമില്ല. പിന്നെ ന്യൂസിൻ്റെ കുറേ കാര്യങ്ങളുണ്ട്, അത് വെളിച്ചത്ത് കൊണ്ടുവരിക എന്നുള്ളത് നിങ്ങളുടെ കർത്തവ്യമാണ്. അത് നിങ്ങൾ 100% ഡെഡിക്കേറ്റഡ് ആയി നിങ്ങൾ ചെയ്യുന്നുണ്ട്. എൻ്റെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റർടൈൻമെൻറ്റ് ഇൻഡസ്ട്രി, അവിടെ 100 കാലത്ത് ചെല്ലാന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് പോയിട്ട് അത് ഞാൻ എൻ്റെ പണി ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്കൊരു വീഴ്ച വന്നിട്ടില്ലെന്ന്. എന്തൊക്കെ ഇപ്പം പറയുന്നില്ലേ തട്ടുകേട് അങ്ങനെ എന്തെങ്കിലുമൊക്കെ വന്നിട്ടുണ്ടെങ്കിലും ഞാൻ വീട്ടിലിരിക്കേണ്ടി വന്നിട്ടില്ല. അതെ 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 തീർച്ചയായിട്ടും. നല്ല മഴക്കാലമാണ്. എന്നാലും നമ്മളിപ്പോൾ അറിയാലോ ഹൈദരാലി തന്നെ ലൊക്കേഷനിൽ വരുന്നുണ്ടല്ലോ നമ്മുടെ സിനിമ. അതെ 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 നല്ല മഴക്കാലമാണ്, വെള്ളക്കെട്ടുകൾ കൂടുന്നു. ഈ കൊച്ചിയുടെ അവസ്ഥ ഇങ്ങനെ തന്നെയാണോ എന്നും. ഒരു കലാകാരൻ പ്രതികരിക്കേണ്ട സമയത്ത് പ്രതികരിക്കണമെന്ന് ഉള്ള ഒരാളാണ് ഞാൻ. പക്ഷെ എനിക്ക് ഇപ്പം അമ്മയെന്ന് തന്നെ നിർദ്ദേശം തന്നിട്ടുണ്ട്. ഇത് അമ്മയുടെ സംഭവമല്ലേ, ഇത് സംഭവം കോമണാണ്. പക്ഷെ ഞാൻ വെള്ളം കയറാൻ ഏറ്റവും ആദ്യം വീട്ടിൽ കയറുന്ന ഒരാളാണ്. ഞാൻ ഉത്തരവാദിത്തപ്പെട്ട ഒരു പൊസിഷനിൽ ഇരിക്കുന്ന ഒരാൾ കൂടിയാണ്. അതുകൊണ്ട് പറഞ്ഞിട്ട് ഇനി വായിൽ തോന്നുന്നു വിളിച്ച് പറയാൻ നിൽക്കരുത്. എനിക്കൊരു ഓർഡർ തന്നിട്ടുണ്ട് ഓൾറെഡി. അമ്മയുടെ കാര്യം ഞാൻ ചോദിച്ചില്ല. ഇപ്പം ഏത് കാര്യമാണെങ്കിലും ഉച്ചയ്ക്ക് ഇതുവരെ ഒരു അത് ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ ആലുവ പെരിയാറിൻ്റെ തീരത്ത് താമസിക്കുന്നവനാണ്. അപ്പോൾ അവിടെ ഒരു പ്രൊജക്റ്റ് ഉണ്ടായിരുന്നു. ഏത് ചെളി നീക്കുന്ന എക്കൽ നീക്കുന്നത് ഒരു പുതിയ ഓപ്പറേഷൻ ഇതെന്ന് പറഞ്ഞ് പി രാജീവിൻ്റെ പദ്ധതിയായിരുന്നു. അത് ഞാൻ പലതവണ അവരെയൊക്കെ വിളിച്ചിട്ട് അതിപ്പോൾ ക്ലീനാക്കി. ഞാൻ വിളിച്ച് പറഞ്ഞുകൊണ്ടല്ല കേട്ടോ, അത് ഇവരുടെ സർക്കാരിൻ്റെ പദ്ധതിയായിരുന്നു. അതുകൊണ്ട് ഇപ്പോൾ എറണാകുളം എവിടെ മുങ്ങിയാലും എൻ്റെ സ്ഥലം മുങ്ങൂല. എൻ്റെ അവിടെ ഇനി ഡാം പൊട്ടി വന്നാലേ മുങ്ങുള്ളൂ. അപ്പോൾ ഒഴുകിപ്പോകാൻ സ്ഥലം ഉണ്ടെങ്കിൽ ഒരിക്കലും മുങ്ങില്ല. എല്ലാവരും വിചാരിക്കണം പുഴയുടെ അരിയത്തുകൊണ്ട് ഞാൻ വെള്ളത്തിൽ മുങ്ങിയാന്ന്. ഇല്ല, കാരണം പുഴ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. എറണാകുളത്ത് ഒഴുകുന്നില്ല. ഇപ്പം ഇന്ന് കണ്ടില്ല കളമശ്ശേരിയിൽ ഒരു കോൺക്രീറ്റ് വെച്ച് അടച്ചു വെച്ചേക്കാം. എന്തൊരു ക്രൂരതയൊന്നൊന്നും ആലോചിച്ച് നോക്ക്. പിന്നെ എന്ത് ചെയ്യും? മെട്രോൻ്റെ ആൾക്കാർ കൊണ്ടുവന്നിട്ട് പൈപ്പ് ലൈൻ്റെ അവിടെ വേസ്റ്റ് കൊണ്ടുവന്നിടും. ഇവരുടെ ആൾക്കാർ കൊണ്ടുവന്നിട്ട് ഹൈക്കോടതി ഇവിടെ വിമർശനം ഉണ്ടായി. ഈ വെള്ളക്കെട്ടിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം പൊതുജനമാണ് ഈ വേസ്റ്റ് കൊണ്ടിടുന്നത്. നമ്മൾ റൈറ്റലിൻ്റെ പരിപാടി ഒന്ന് പൊതുവിഷയത്തിലേക്ക് എന്നെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കണ്ടേ. ഞാനാണെങ്കിൽ പറഞ്ഞും പോകും. എനിക്ക് തോന്നി. അല്ല, കുറേ നാൾ നമ്മളെ മോളിൽ തന്നെയാണ്, ഇടക്കാണ് താഴെ അല്ല ഇത് അല്ല ഇതൊക്കെ ടിനി പറയുന്ന ഒരാളായോണ്ടാണ്. അല്ല, പറയുന്ന ഒരാളാണ്, ഞാൻ പ്രതികരിക്കാറുണ്ട്. ടിനി ഈ കാര്യങ്ങൾ കൃത്യമായി പറയുന്നവരാണ്. കാരണം അത് ജനങ്ങൾ ഇന്നവരെ കുറ്റപ്പെടുത്തി അന്നവരെ കുറ്റപ്പെടുത്തി ഒരുമിച്ച് നിന്നിട്ട് ഒരു ജനസമക്ഷത്തിൽ ഇതാണ് വിഷയം എന്ന് പറഞ്ഞിട്ടത് അതങ്ങനെ മാറ്റി. അത് രാഷ്ട്രീയം കൊണ്ടുവരാതിരിക്കുക. മഴ വന്നത് പ്രതിപക്ഷത്തിൻ്റെയും ഭരണപക്ഷത്തിൻ്റെ ഒന്നും കുഴപ്പമില്ല. പക്ഷെ നമ്മളിവിടെ ഇങ്ങനത്തെ ഒരു ഡിസാസ്റ്റർ ഉണ്ടാവുന്നു. ഒന്ന് നമ്മൾ 2018 വെള്ളപ്പൊക്കം, കോവിഡ് രണ്ടും ഫേസ് ചെയ്ത ആളാണ് ഞാൻ. അത് കഴിഞ്ഞ് ഞാൻ ജീവിച്ചിരിക്കുന്നു എന്നുള്ളത് തന്നെ ഏറ്റവും വലിയ ഭാഗ്യമാണ്. കാരണം അതിരൂക്ഷമായിട്ട് ഞാൻ അതിൻ്റെ അകത്ത് പെട്ടുപോയതാണ് വെള്ളപ്പൊക്കത്തിൽ. കോവിഡിൽ നിന്ന് രക്ഷപ്പെട്ടു. ഇപ്പം നമ്മളിങ്ങനെ ഇരുന്ന് ചിരിച്ചിരിക്കാൻ പറ്റുന്ന ഭാഗ്യമാണ്. കാരണം നമ്മുടെ ഇപ്പോഴും ചുറ്റും ഞാനിപ്പോഴും മാസ്കായിട്ട് നടക്കുന്നത് കണ്ടില്ലേ. കാരണം നമ്മുടെ ചുറ്റും ഇപ്പോഴും കോടാനുകോടി രോഗാണുക്കളുണ്ട്. കോവിഡൊക്കെ വന്നു പോകുന്നുണ്ട്. കുറച്ച് നമ്മുടെ ഭാഗത്തു നിന്നുള്ളൊരു ഇതും ആവശ്യമാണ്. പക്ഷേ ഭരിക്കുന്നവരെ കുറ്റം പറയുക, പ്രതിപക്ഷത്തിനെ കുറ്റം പറയലല്ല. ഇത് ഒരുമിച്ച് ചേർന്നിട്ട്
ഇതിനെന്തൊരു പ്രതിവിധി ഉള്ളത്? വെറുതെ ഇങ്ങനെ വായിട്ട് അലച്ചിട്ട് എന്ത് കാര്യം? നമ്മൾ മഴ വരുമ്പോൾ മാത്രമേ കുറിച്ച് ചിന്തിക്കൂ, വെള്ളം കയറുമ്പോൾ മാത്രമേ ചിന്തിക്കുന്നുള്ളൂ. മഴ വന്നു വേനൽക്കാലത്ത് ഇതൊന്നും ചെയ്യുന്നില്ല. അപ്പോൾ വേനൽക്കാലത്ത് ഇതൊക്കെ ചെയ്തു പോയാലൊക്കെ മാറുമെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. ഇപ്പോൾ ഡാം പൊട്ടാൻ പോകണമെന്ന് പറയുന്നത് ഈ ഇരുണ്ട് വിടുമ്പോൾ ഡാം പൊട്ടും, പിന്നെ എല്ലാവരും കൂടി പ്രശ്നവും. ഇതിപ്പോൾ അല്ലാത്ത സമയത്ത് നമ്മൾ ചിന്തിക്കുന്നില്ല. അപ്പോൾ ഹൈദരാലിനെ പോലുള്ളവർ ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലാത്ത സമയത്തും ഇതിന് ഊന്നൽ നൽകിയിട്ട് നമ്മൾ പൊതുവിഷയങ്ങളിൽ ഇടപെടാറുണ്ട്. പൊതുവിഷയങ്ങളിൽ സർക്കാരിൻ്റെ ശ്രദ്ധ ചെലുത്തിയിട്ട് ഈ വിഷയങ്ങൾ തീർക്കാനുള്ളൊരു, അതാണ് നിങ്ങൾ ചെയ്യേണ്ട ഒരു 100%. അല്ലാതെ മറ്റവൻ്റെ പീഡന കേസും ഇവരുടെ ഇത് മാത്രമല്ല അന്വേഷിച്ച് നടക്കേണ്ടത്. അല്ല, പരസ്പരം വിശ്വാസത്തോടു കൂടി ചെയ്താൽ, ഒരുമിച്ച് നിന്നാൽ മാത്രമേ ഈ കൊച്ചിയിലെ വെള്ളക്കെട്ട് എന്നൊരു പരിഹാരം കാണുള്ളൂ. ടിനി പറഞ്ഞ കറക്റ്റാണ്. പക്ഷേ എങ്കിലും അത് പരിഹാരം കാണാതെ വർഷങ്ങളായിട്ട് ഇപ്പോഴും കിടക്കുന്നു എന്ന് ഓർക്കുമ്പോഴാണ് ആ കൊച്ചിയിൽ ജീവിക്കുന്ന നമ്മളെപ്പോലുള്ളവർക്കൊക്കെ സങ്കടം വരുന്നത്. അല്ല, ഒറ്റ മഴ പെയ്താൽ മതി, എല്ലാവരും വെള്ളത്തിലാണ്. നമുക്ക് വൈകുന്നേരം ഇറങ്ങാൻ പറ്റില്ല. നമുക്കൊരു വീട്ടിലൊന്നും ഒന്ന് പോകണമെന്ന് വെച്ചാൽ നടക്കില്ല. ഒരു ആംബുലൻസിന് ഞാൻ നോക്കിയിട്ട് ഇന്നലെ കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് പോകാൻ കഴിയുന്നില്ല. അത്ര വെള്ളക്കെട്ടാണ്, പോകാൻ കഴിയുന്നില്ല. ഇത് അധികാരികളും കൂടെ ശ്രദ്ധിച്ച് കൈകോർത്ത് നിന്നാൽ ഇതെല്ലാം പരിഹരിക്കാം. അതാണ് അവിടെ കൊടിയുടെ നിറം നോക്കാണ്ട് ഒരുമിച്ച് പണിയെടുത്താലേ നടക്കുള്ളൂ. അല്ലാതെ അവർ ചെയ്യും ഇവർ ചെയ്യുമെന്നും പറഞ്ഞിട്ടല്ലേ. ഇത്രയും ഫണ്ട് അനുവദിച്ചിട്ടുണ്ടെങ്കിൽ ആ ഫണ്ടിന്റെ കൃത്യമായിട്ട് ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് അത് എന്താ ചെയ്തു എന്നുള്ളത് കാണിക്കുക. അത് കാണിക്കുക. അത് കാണിക്കുക. ഫണ്ട് വരുന്നുണ്ട്. ഇത്രയും ഫണ്ട് അനുവദിച്ചിട്ടുണ്ടെന്ന് പറയുന്നു. ആ ഫണ്ട് എന്താ ചെയ്തിട്ടുള്ളത്? അത് കൃത്യമായിട്ട് കാണിക്കണം. ഇത് ഇന്ന പോലെയൊക്കെ ചെയ്ത് ഇന്ന ആൾക്ക് കൊടുത്തു, എന്തായാലും ചിലവാക്കിയിട്ടുണ്ടല്ലോ. ആ ചിലവുകളൊന്ന് കാണിച്ചു തന്നാൽ മതി. കണക്ക് വരവ് ചിലവേ അമ്പല കമ്മിറ്റിയൊക്കെ കാണിക്കാറുണ്ടല്ലോ, വരവ് ഇത്രയും, ചിലവ് കൂടുതലായിരിക്കും ചിലപ്പോൾ. എന്നാലും അതൊന്ന് കാണിച്ചു കഴിഞ്ഞാൽ കാണിക്കാൻ തയ്യാറാകണം. തീർച്ചയായും ഫണ്ട് വന്നിരിക്കുന്ന കോർപ്പറേഷൻ കാണിക്കാൻ തയ്യാറാകണം. അതാണ് ടിനി കൃത്യമായിട്ട് പറഞ്ഞത്. ഫണ്ട് വരുന്നത് കോർപ്പറേഷനിലേക്കാണ് വരുന്നത്. അത് വരുന്നത് കാണിക്കാൻ, അത് ചെലവായത് എന്താണെന്ന് കാണിക്കാൻ കോർപ്പറേഷൻ തയ്യാറാകണം. അതല്ലേ കൃത്യവാദം. ഫണ്ട് എന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ ഇത് തന്നെയല്ലേ? അതെ, ജനങ്ങളുടെ ആ ഫണ്ട് എത്തുന്ന ഇവിടുത്തെ ക്ലീനിങ്ങിനും ഇതിനെല്ലാം ആയിട്ട് കോർപ്പറേഷനിലേക്കാണ് സർക്കാർ ഫണ്ട്. അപ്പോൾ കോർപ്പറേഷൻ ചീത്തപ്പേരുണ്ടാവില്ല കാണിച്ചു കഴിഞ്ഞാൽ. ഇതുവരെ കാണിക്കാത്തതാണ് ഈ വിഷയങ്ങൾ. ഇത് ചെയ്തു എന്ന് പറയുന്നുള്ളൂ, പക്ഷെ ചെയ്യുന്നില്ല. ഇത് കൃത്യമാണല്ലോ. ഇപ്പൊ ചെയ്തെന്ന് പറയുന്നത് ഇപ്പൊ കണ്ടില്ല, കോൺക്രീറ്റ് വെച്ച് അടച്ചളഞ്ഞെന്ന് പറഞ്ഞാൽ എന്തൊരു ക്രൂരതയാണ്. അപ്പൊ അതിലും വലിയ, അതാണ് ഏറ്റവും വലിയ ചെയ്ത്. അതിനായി കാണും ചിലപ്പോൾ 5 ലക്ഷം. അതെ അതെ അതെ. ആ 2 ലക്ഷം കൊണ്ട് ആ കാന വൃത്തിയായിട്ട് പോകാമായിരുന്നു. അല്ല, അത് ചിലവാക്കിയില്ലായിരുന്നു, അത് ഒഴുകിപ്പോയാനെ. 5 ലക്ഷം കയ്യിലിരുന്നേനെ. അതെ 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 അതെ. അപ്പൊ ഇതൊന്നും ഒന്നും പരിഹാരമാവുന്നില്ല എന്നുള്ളൊരു വിഷമം കൊണ്ട് ഞാൻ ടിനിയോട് ചോദിച്ചാണ്. താരസംഘടനയുടെ ഇലക്ഷനാണ്, 30-ാം തീയതിയാണ്. എങ്ങനെയാണ് ഈ തവണ ഇലക്ഷനൊക്കെ നിൽക്കുന്നുണ്ടോ? അതിൽ തീരുമാനമൊന്നും ആയിട്ടില്ല. നമ്മുടെ സീനിയേഴ്സ് പറയുന്ന പോലെ ഇരിക്കും അവരുടെ ഇതിൽ. ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ യഥാർത്ഥത്തിലൊരു ചാരിറ്റി പ്രവർത്തനമാണ്. ഈ അമ്മ സംഘടനയിൽ അതിൻ്റെ എക്സിക്യൂട്ടീവിൽ വരിക എന്ന് വെച്ചാൽ, കാരണം നമ്മൾ കയ്യിൽ നിന്ന് ഡീസലിന് ചിലവാക്കിയിട്ട് നമ്മൾ നമ്മുടെ സമയം കളഞ്ഞ് അതിനുവേണ്ടി വർക്ക് ചെയ്യണം. നമ്മുടെ പിന്നാലെ നമ്മുടെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് വേണ്ടിയിട്ട്. അപ്പം ഇതൊരു ഗ്ലാമറാണെന്ന് വിചാരിക്കരുത് ഒരിക്കലും. 6 വർഷമായി ഞാൻ സംഘടനയിൽ പ്രവർത്തിക്കുന്നത്. ഞാൻ ചെയ്യുന്ന ഏറ്റവും നന്മയുള്ള പ്രവൃത്തി എന്ന് പറഞ്ഞാൽ അമ്മയുടെ കൂടെ നിന്നിട്ട് നമ്മുടെ ഇപ്പം മറന്നുപോയ, ഇപ്പോൾ 504 മെമ്പേഴ്സിൽ 100 പേരായിരിക്കും സൗകര്യങ്ങളോട് ജീവിക്കുന്നത്. അപ്പം നമ്മളുടെ ഓർമ്മകളിലുള്ള, എന്നാൽ ജനങ്ങളുടെ നിന്നും മറന്നുപോയ കഷ്ടപ്പെടുന്നവർക്ക് പുറത്ത് പറയാനും പറ്റില്ല നമ്മളിതിങ്ങനെ ബുദ്ധിമുട്ടില്ലാന്ന്. അവർ വരുമ്പോൾ നല്ല അമ്മയുടെ മീറ്റിങ്ങിന് ഒരു നല്ല വെളുത്ത ഡ്രസ്സൊക്കെ ഇട്ട് വരുള്ളൂ. അങ്ങനെയല്ലേ വരാൻ പറ്റുള്ളൂ, ഫിലിമിലെ ആൾക്കാരല്ലേ. പക്ഷെ അവരുടെ വീട്ടിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ, അതിൻ്റെ ഭാഗമാകാൻ, അതിൻ്റെ നമ്മളിപ്പോൾ ഖത്തറിൽ നമ്മൾ ഷോന് പോയതറിയില്ല, പ്രൊഡ്യൂസർ അസോസിയേഷന് വേണ്ടി. അതൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 10 പൈസ നമുക്ക് വരുമാനം ഉണ്ടായിട്ടല്ല. നമ്മൾ ഓരോ ദിവസങ്ങളിൽ ചിലപ്പോൾ നല്ലൊരു വരുമാനം കിട്ടുന്ന പരിപാടി കളഞ്ഞിട്ടായിരിക്കും നമ്മൾ അതിൻ്റെ ഭാഗമാകുന്നത്. അപ്പോൾ ഒരുപാട് നഷ്ടങ്ങൾ നമുക്കുണ്ടെങ്കിൽ അത് നഷ്ടമല്ല, അതിൻ്റെ ഇരട്ടിയായിട്ട് നമുക്ക് തിരിച്ചു കിട്ടുമെന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം ഇവിടെ നിന്ന് പലിശ തരുന്നല്ല, നമുക്ക് വേറെ ദൈവം തരും. അപ്പോൾ അതൊരു പ്രവർത്തനമാണ്. അത് ശരിക്കും ഒരു വോളണ്ടറി സർവീസാണ്. അല്ലാതെ ആ സ്ഥാനത്ത് ലാലേട്ടൻ്റെ ഒപ്പം ഇങ്ങനെ ഒന്ന് ഫോട്ടോ എടുക്കലല്ല. അതിൻ്റെ പിന്നിൽ ഒരുപാട് പണികളുണ്ട് നമുക്ക്. അപ്പോൾ ഇവർ പറയുകയാണെങ്കിൽ നമ്മുടെ ഇത്രയും കാലത്തെ പ്രവൃത്തി നല്ലതാണെന്നും ഇതാണെന്നും പറയുകയാണെങ്കിൽ ഞാൻ അതിൻ്റെ കൂടെ തുടരാൻ തയ്യാറാണ്. അല്ലെങ്കിൽ പുതിയ ആൾക്കാർക്ക് അവസരം ഉണ്ടെങ്കിൽ അവർ വരട്ടെ. ഇടവേളഭാവ് മാറുന്നുവെന്ന് ഉറപ്പിച്ച് പറഞ്ഞിരിക്കുകയാണ്. അപ്പം എൻ്റെ അടുത്തൊക്കെ പറഞ്ഞു, ഞാൻ വാർത്ത ഇടവേളഭാവ് മാറുന്ന ഒരു സാഹചര്യം. അമ്മയ്ക്ക് 25 വർഷക്കാലത്തെ ഒരു സേവനമാണ് ഇടവേളഭാവ് എന്ന് പറഞ്ഞ വ്യക്തിയുടെ. അദ്ദേഹത്തിൻ്റെ ഒരു മാറ്റം എങ്ങനെയാണ് ടിനി കാണുന്നത്? അല്ല, മാറ്റങ്ങൾ നമ്മളിപ്പോൾ പറയില്ലേ, ഇപ്പോൾ ഈ ദാസേട്ടനില്ലാതെ നമുക്ക് മലയാള സിനിമയെ കുറിച്ച് ചിന്തിക്കാൻ പറ്റാത്തൊരു അവസ്ഥയുണ്ടായിരുന്നു. ഒരു പാട്ടെങ്കിൽ അത് ഇപ്പോൾ എത്രയോ പേര് പുതിയത് വന്നു. അപ്പോൾ അത് പ്രാക്ടീസ് മേക്സ് പെർഫെക്റ്റ് എന്ന് പറയുന്നത്. ചിലപ്പോൾ അദ്ദേഹം പരിശീലനം കൊടുത്താൽ പുതിയ ആൾക്കാർ വരാൻ സാധ്യതയുണ്ട്. കാരണം അദ്ദേഹം തന്നെ എന്നോട് ചോദിച്ചു, 25 വർഷക്കാലമായി ഞാൻ ഇതിലിരിക്കുന്നു, ഒരാൾ പുതിയത് വരണ്ടേ, പുതിയ മുഖങ്ങൾ വരണ്ടേ. നമ്മളദ്ദേഹം മാറണമെന്ന് പറയുന്ന കൂട്ടത്തിലുള്ള ആളല്ല. കാരണം അദ്ദേഹത്തിനാണ് ഇതിൻ്റെ നൂലാമലകൾ കംപ്ലീറ്റ് അറിയുന്നത്.
ഒരു വൺ മാൻ ആർമി ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരാളാണ്. കാര്യങ്ങൾ ഞങ്ങൾ മറ്റു കാര്യങ്ങൾക്ക് ഉണ്ടെങ്കിലും ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങൾക്കെല്ലാം വിവരമുള്ളത്. എത്ര 100 ചില്ലാൻ പേർക്ക് കൈനീട്ടം എന്ന് പറഞ്ഞിട്ട് കാശ് 5000 രൂപ വെച്ച് പോകുന്നുണ്ട്. ഇൻഷുറൻസ് പോകുന്നുണ്ട്. അത് 1.25 കോടിയാണ്. 1.25 കോടിയാണ് ഒരു വർഷം വേണ്ടത്. 1.25 കോടിയേക്കാൾ കൂടുതൽ ചിലവായിട്ടുണ്ട്. ഇൻഷുറൻസ് കമ്പനി കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ കൃത്യം അന്വേഷിച്ച് ഇത് നിസ്സാര പണിയല്ലത്. ഒരു ശമ്പളം കൊടുത്ത ഒരാളെ വെച്ചാൽ അത് മനസ്സിലാക്കാൻ ഇങ്ങനത്തെ ഒരു ജോലി വേറെ ഇല്ലല്ലോ ലോകത്ത്. ഇപ്പോൾ ഒരു ബാങ്ക് ഇതാണെങ്കിൽ ബാങ്കിൻ്റെ ജോലി എന്താണെന്നറിയാം. അമ്മയിൽ വർക്ക് ചെയ്തുള്ള പ്രവൃത്തി പരിചയം എന്ന് പറഞ്ഞാൽ ഓരോ ആൾക്കാരായിട്ടും വ്യക്തിപരമായിട്ട് അറിയാവുന്നവരെ രോഗങ്ങളെക്കുറിച്ച് അറിയാവുന്നവർ, അവരുടെ ബുദ്ധിമുട്ടുകൾ. തിരുവനന്തപുരത്ത് ഒരാൾ മരിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നിന്ന് റീത്തായിട്ട് പോകണം. അതെ അതെ അതെ. അവിടെ മുതൽ നിന്ന് തുടങ്ങുകയാണ് ജോലി. അപ്പോൾ അതിൻ്റെ കൂടെ ഞാൻ 6 വർഷം പ്രവർത്തിച്ചിട്ടുള്ളതുകൊണ്ട് അതിൻ്റെ ബുദ്ധിമുട്ടുകൾ അറിയാം. പെട്ടെന്നൊരു മാറ്റം വരികയാണെങ്കിൽ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ടാവും. അതാണ് ഇപ്പോൾ ഏറ്റവും വിഷയം. നമുക്ക് ഒരു പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഇപ്പോൾ ലാലേട്ടൻ മാറുമെന്ന് പറയുന്നു. ഇടവിളഭാവ് മാറിക്കഴിഞ്ഞാൽ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് നമ്മൾ എന്നും കാണുന്നത് ലാലേട്ടൻ അല്ലെങ്കിൽ മമ്മൂക്ക, ഇങ്ങനെയാണ് നമുക്ക് ഇവരെ മാറ്റി നിർത്തിയിട്ട് ഒരു സംഘടന എന്നുള്ളത് നമുക്ക് ചിന്തിക്കുന്ന അവസ്ഥയിലേക്കല്ല. പണ്ട് തൊട്ട് ഇങ്ങനെ വന്നുകൊണ്ട് അവർ രണ്ടുപേരും ഇല്ലാത്തൊരു സംഘടന എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അംഗങ്ങൾ അങ്ങനെ രണ്ടുപേരും ഇല്ലാന്ന് പറഞ്ഞിട്ടില്ലല്ലോ. അല്ല, എൻ്റെ ഒരു ഊഹബോധം ചോദിക്കുന്നത് കുഴപ്പമില്ല. അവർ രണ്ടുപേരും ഇല്ലാത്തൊരു സംഘടന എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് കൃത്യമായിട്ട് തന്നെ ഈ 504 മെമ്പർമാർക്കും ഉണ്ടാവും ഇല്ലേ? അങ്ങനെ ഒരു ചിന്താഗതി ഉണ്ടാകുന്നുണ്ട്. സംഘടനയാണ് ആവശ്യം വരുന്നതെന്ന് പറഞ്ഞാൽ ഒരു വീഴ്ച വരുമ്പോഴും ഒരു തട്ടുകേട് വരുമ്പോഴും ഈ പറയുന്ന പോലെയാണ്. അല്ലെങ്കിൽ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കും. നമുക്ക് ആരോഗ്യപരമായിട്ടോ അല്ലെങ്കിൽ സാമൂഹികപരമായിട്ടോ ഒക്കെ ഒരു അക്രമം വരുമ്പോൾ ഈ സംഘടനയുടെ ശക്തി എന്ന് പറഞ്ഞാൽ അത് പോയി സംസാരിക്കാനും അതിന് വേണ്ടിയിട്ടൊരു കൂട്ടായ്മയോടെ ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ നിൽക്കുമ്പോഴാണ് അതിൻ്റെ ശക്തി എന്ന് പറയുന്നത്. അല്ലെങ്കിൽ കുഴപ്പമില്ല, നമുക്ക് എപ്പോഴും വിജയങ്ങൾ മാത്രമാണ്. വിജയം മാത്രമല്ല, ഇടയ്ക്കൊരു വീഴ്ച വരും. അതാണല്ലോ നമ്മുടെ ലൈഫ് എന്ന് പറയും. കടൽ പോലെയാണ്, ഇടയ്ക്ക് കയറിപ്പോൾ ഇറങ്ങി വരും. അപ്പോൾ ഈ ഇറങ്ങിപ്പോണ സമയത്ത് നമ്മുടെ കൂടെ നിൽക്കാൻ ആവശ്യമുള്ളത് സംഘടന തന്നെയാണ്. അപ്പോൾ സംഘടന നിലനിൽക്കേണ്ടത്, പ്രത്യേകിച്ച് ഈ ഇൻഡസ്ട്രി നിലനിൽക്കുന്നത് മമ്മൂക്ക, ലാലേട്ടൻ എന്ന് പറയുന്ന 2 പേരാണ്. അവരങ്ങനെ നമ്മൾ വെറുതെ കൈ ഒഴിഞ്ഞിട്ട് അങ്ങോട്ട് പോകുന്നില്ല. അവരിൽ ആരെങ്കിലും ഒരാൾ ഇതിൻ്റെ നേതൃത്വത്തിൽ തന്നെ വരും എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. നമ്മളൊന്നും ഇല്ലട്ടാ, നിങ്ങളെന്തെങ്കിലും അയക്കുമെന്നും പറഞ്ഞൊന്നും പോകില്ല അവർ. അത്രയും സ്നേഹമായിട്ടാണ് നമ്മളെല്ലാവരും പോയിക്കൊണ്ടിരിക്കുന്നത്. സഹായങ്ങൾക്കാണെങ്കിലോ എന്തെങ്കിലും ഒരു ആവശ്യം വന്നാൽ അപ്പം തന്നെ കോളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോവുകയാണ്. സഹായിക്കാൻ സന്നദ്ധരായിട്ടുള്ള ഒരുപാട് പേരുണ്ട്. അപ്പോൾ അത് തുടർന്നുകൊണ്ടിരിക്കും. തീർച്ചയായിട്ടും ആ വിശ്വാസം കൂടെ നിൽക്കട്ടെ. നമ്മളും ആഗ്രഹിക്കുന്നത് ലാലേട്ടനോ മമ്മൂക്കായോ നയിക്കുന്ന ഒരു സംഘടന മറ്റുള്ള ഭാരവാഹികളൊപ്പം ഇടവേളബാബുവിൻ്റെ ആ വിടവ് നികത്താൻ പറ്റിയ ഒരാൾ, അങ്ങനെ ഒരു സംഘടന ഉണ്ടാകട്ടെ. അമ്മ സംഘടന ഒത്തിരി ചാരിറ്റി പ്രവർത്തനം ചെയ്യുന്നതാണ്. അതൊന്നും പുറം ലോകം അറിയുന്നില്ലെങ്കിലും ഞാൻ ഉൾപ്പെടുന്ന മീഡിയ അറിയിക്കുന്നുണ്ട്. ആ പ്രവർത്തനം മുന്നോട്ട് പോവുകയും ചെയ്യണം. അതോടൊപ്പം നമ്മുടെ ഈ സംഘടന, റൈറ്റഡ് സംഘടന, അതിശക്തമായി മുന്നേറി. നമ്മുടെ പാവപ്പെട്ട സംഘടനയാണ്, അതൊക്കെ കഷ്ടപ്പാടും ദുരിതമൊക്കെയുള്ളതാണ്. പക്ഷേ നമ്മൾ ഉണ്ടല്ലോ, അതിൻ്റെ കൂടെ നമ്മൾ യാത്ര ചെയ്യുന്നുണ്ടല്ലോ. അല്ല, തീർച്ചയായിട്ടും മൂവി വേൾഡിൻ്റെ ഈ സാന്നിധ്യം ഞാൻ ഞെട്ടിപ്പോയി. കാരണം മൂവി വേൾഡാണ് ഈ പരിപാടി ചെയ്യുന്നത്. അത് അത്രത്തോളം നമ്മളും വളർന്നല്ലോ. തീർച്ചയായിട്ടും. മിമിക്രി ആർട്ടിസ്റ്റ് അസോസിയേഷൻ തുടങ്ങുന്ന 10 വർഷം മുമ്പ് ഞാൻ ഉൾപ്പെടെയുള്ള ഒരു 3-4 പേരും കൂടി ചേർന്നിട്ടുണ്ട്. ഇപ്പോൾ KS പ്രസാദ് ഉണ്ടായിരുന്നതായിരുന്നു, പക്രു ഉണ്ടായിരുന്നു, അങ്ങനെ കോട്ടയത്ത് നിന്ന്. പക്ഷെ അത് ഒരുപാട് ഗുണങ്ങൾ ചെയ്തു ഒരുപാട് പേർക്ക്. അത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരിന്ന് സിനിമയിലും വരാത്ത ആൾക്കാരാണ്. സിനിമാ സഹായങ്ങളും ഉണ്ടാവില്ല. അപ്പോൾ മരണം വന്നാലും വീട്ടിലൊരു അപകടം സംഭവിച്ചാലും പാവപ്പെട്ട വീട്ടുകാർക്കാണ് അതൊക്കെ നമ്മൾ വളരെ പേഴ്സണലായിട്ട് ഹെൽപ്പ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് ഒരുപാട് പേർക്ക്. അപ്പോൾ റൈറ്റൽ എന്ന് പറയുന്നത് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബാക്ക് ബോണാണ്. അവരാണ് ഈ ബ്രെയിൻ ഉപയോഗിക്കുന്നത്. ഇന്റലക്ച്വൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മോഹൻലാലും സ്റ്റേജിൽ ചെയ്യുന്ന കോമഡി സബ്ജക്റ്റിന്റെ ഇവരാണല്ലോ എഴുതുന്നത്. അതെ, അവർ പോലും ചെയ്യുന്ന സ്കിറ്റുകൾ എഴുതുന്നത് ഈ റൈറ്റലിലെ ആൾക്കാരാണ്. അതെ. അതിൻ്റെ ഒരു നേതൃത്വത്തിലുണ്ടായിരുന്ന സിദ്ദിഖ് സാറ്, ഇപ്പോൾ ലാൽ സാറാണ് ഇതിൽ വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ടീമിന് വേണ്ടിയിട്ട് മൂവി വേൾഡ് വന്നതിൽ വളരെ സന്തോഷമുണ്ട്. കാരണം അതൊരു കൈത്താങ്ങ് തന്നെയാണ്. എന്തെങ്കിലും ആയിക്കോട്ടെ, നമ്മൾ 4 പേരിലേക്ക് എത്തിക്കുന്നു ഇങ്ങനൊരു സംഘടന. അവർക്ക് എന്തെങ്കിലും അതിൽ നിന്ന് വരുമാനം കിട്ടുന്നുണ്ടെങ്കിൽ അത് ചെയ്യുന്നത് ഏറ്റവും വലിയ ചാരിറ്റി പ്രവർത്തനമാണ്. ഇപ്പോൾ അനാഥാലയത്തിൽ ഇവിടെയൊക്കെ ആൾക്കാരുണ്ട്, അവിടെ കൊണ്ടുപോയി കൊടുക്കുന്നതിനേക്കാൾ കലാരംഗത്തുള്ളവർ ആണ് നമ്മൾ. അതുകൊണ്ട് നമ്മുടെ കൂടെ ഉള്ളവർക്ക് നമുക്കൊരു സഹായം ചെയ്യാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ ഒരാളെ കൈപിടിച്ച് കൊണ്ടുവരുന്നതാണ് ഏറ്റവും വലിയ പുണ്യം. അപ്പോൾ അത് മൂവി വേൾഡ് ചെയ്യുന്നുണ്ട്. എന്താണെങ്കിലും നിങ്ങളുടെ ഒരു അംശം കൊണ്ട് ആർക്കെങ്കിലും ഒരു ഗുണം ഉണ്ടാവില്ല. തീർച്ചയായിട്ടും. ഇപ്പോൾ അമ്മയിലും കഴിഞ്ഞ തവണ നിങ്ങൾ മൂവി വേൾഡിൻ്റെ ഇതുണ്ടായിരുന്നു. ആ ഒരു തുകയായിരിക്കും ചിലപ്പോൾ ഒരാൾക്ക് ഒരു രോഗം വരുമ്പോൾ ഉപയോഗിക്കുന്നത്. അല്ലാതെ ഇതുകൊണ്ട് ആരും വീട് വെക്കാനോ ഇതൊന്നുമല്ല. അത്യാവശ്യം അപകടങ്ങൾ ഇതും വരുമ്പോഴാണ് നമ്മൾ ഇതിനൊക്കെ ഉപയോഗിക്കുന്നത്. അപ്പോൾ അതൊരു അനുഗ്രഹമുള്ള ഒരു മണിയായിട്ടാണ് ഞാൻ കാണുന്നത്. അപ്പോൾ മൂവി വേൾഡിൻ്റെ സാന്നിധ്യം റൈറ്റലിന് കൊടുത്തതിന് വളരെ സന്തോഷമുണ്ട്. ആ കൊടുക്കുമ്പോഴാണ് നമുക്കും നമ്മുടെ വീട്ടിൽ ഇരിക്കുന്നവർക്കും
എന്തെങ്കിലും പറ്റാതെ നമ്മളും നിങ്ങളുടെയൊക്കെ പ്രാർത്ഥനയിൽ ഞങ്ങൾ ഉൾക്കൊള്ളുന്നതുകൊണ്ടാണ് ഞങ്ങളുടെ കുടുംബങ്ങളും രക്ഷപ്പെടുന്നത്. ഞങ്ങൾ ഒരിക്കലും 150 കുടുംബം ഈ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പോകുന്നുണ്ട്. ആ കുടുംബത്തിന് രക്ഷപ്പെടാൻ പറ്റുന്നത് അതുകൊണ്ടാണല്ലോ. മൂവി വേൾഡിന് ഇതൊരു നഷ്ടമായിട്ട് വിചാരിക്കും, ഇതൊരു സക്കാത്ത് കൊടുക്കുന്നതായിട്ട് വിചാരിച്ചത്. ഇല്ല, ഇത് നമ്മൾ നഷ്ടമൊന്നുമില്ല, ഞങ്ങൾ ലാഭം ഉണ്ടാക്കണം. ടിനിയുടെയൊക്കെ ഇന്റർവ്യൂ ഒക്കെ വൈറലായിട്ട് മറ്റേ കോർപ്പറേഷൻ ചെയ്തത് ശരിയല്ല എന്ന് തലക്കെട്ടിട്ട് ഞാൻ ഒപ്പിച്ചിട്ട്, കോർപ്പറേഷൻ ചെയ്തത് ശരിയല്ല, കോർപ്പറേഷൻ വന്ന ഫണ്ട് വെളിപ്പെടുത്തണം, അതൊക്കെ ഞാൻ തലക്കെട്ടിട്ട് റെഡി ആയിക്കോളാം. ആ കണക്കുകൾ കാണിച്ചാൽ മതി. മേയർ കണക്ക് കാണിക്കൂ, ഇവിടെ എന്തൊക്കെ ചെയ്തിട്ടുണ്ട്, വലിയ തലവേദന ഉണ്ടാക്കാൻ വേണ്ടി എന്നെ കൊണ്ടൊന്ന് ഇരുത്തിയേക്കുന്നുണ്ടല്ലേ. ആ കണക്ക് കാണിക്കണവരെ നമുക്ക് പോകാം. എന്തായാലും ഒത്തിരി സന്തോഷം. ഇനി നമുക്ക് കാണാം പുതിയ സിനിമയുടെ വിശേഷം. ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒമർ ലുലുവിന്റെ സിനിമയാണ്. അതിൽ നല്ലൊരു വിഷയം ഞാൻ ഒന്ന് ഗെറ്റപ്പ്, നല്ല കഴിഞ്ഞ ദിവസം ഒരു ഫോട്ടോ വൈറലായി. അതെ റഹ്മാനും ഒരു ഫോട്ടോ വൈറലായി. അതാണിപ്പം ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. റിലീസ് ചെയ്യപ്പെടുകയാണ്. അത് ഇനിയിപ്പോൾ അതിൽ അഭിനയിക്കുന്ന ആളാണല്ലോ എൻ്റെ അടുത്ത് ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ അകത്ത് നല്ലൊരു വേഷം നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, അതിനിപ്പോൾ ഷെഡ്യൂൾ ആയിരിക്കും 8-ാം തീയതി മുതൽ തുടങ്ങും. ഇപ്പോൾ ബാബുവാനെയും ധ്യാൻ ശ്രീനിവാസനും ജോയിൻ ചെയ്യാനുണ്ട്. അപ്പോൾ അതിനുവേണ്ടി ഒരു ബ്രേക്കാണ്. കൃത്യസമയത്ത് മേഘസ്ഫോടനമൊക്കെ കഴിഞ്ഞ് കറക്റ്റായിട്ട് എന്തോ ഭാഗ്യം പോലെ. അപ്പോൾ അത് വലിയ ഭാഗ്യമാണ്. ആ സിനിമയിലൊരു അഴിച്ചുവിട്ടിരിക്കുകയാണ്. അല്ല, നല്ല നല്ല ഒരു വേഷമാണെന്ന് എനിക്കറിയാം. നമ്മൾ ഷൂട്ടിംഗ് സമയത്തും വന്ന് കണ്ടാണ്, കഥയും കേട്ടോണ്ട് നല്ലൊരു വേഷമാണ്. ടിനിയുടെ ജീവിതത്തിൽ മറ്റൊരു അഭിനയ മുഹൂർത്തം, തീർച്ചയായിട്ടും മറ്റൊരു ടേണിംഗ് പോയിന്റ് ആയിരിക്കും അത്. അപ്പോൾ ഒത്തിരി സന്തോഷം. ഓക്കെ, താങ്ക് യു.